റീസെൻ്റ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെൻ്റാണ് ജർമ്മനിലേക്ക് പോകുമ്പോൾ 55% ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമ്മൾ കൺസേൺ ആവേണ്ടത് അഡ്മിഷൻ കിട്ടിയിട്ട് ജർമ്മനിയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളുടെ മേലെയാണ്. സ്റ്റുഡൻസ് ഈ 55% വെച്ചിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് കാണുമ്പം അവർക്കതൊരു അട്രാക്റ്റീവ് ഫാക്ടറാണ്. ഈ മാർക്ക് കുറഞ്ഞ കേസുകളിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 55-60% ഒക്കെ കാറ്റഗറിയുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർക്കുള്ള ശരിക്കും പ്രശ്നങ്ങൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെ പറ്റിയിട്ടൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓരോ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ഒരു പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ടുണ്ടോ ഇവർ എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഇപ്പം എൻമൈൻസിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോസസ്സിൽ കൂടി ആയിരിക്കും കൊണ്ടുപോകാൻ പറ്റുക? നമ്മൾ ലാസ്റ്റ് റിലീസ് പോഡ്കാസ്റ്റ് ഭയങ്കര റിവ്യൂസ് ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് കുറേ ക്വറീസും വരുന്നുണ്ട് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന്. എനിക്ക് തോന്നുന്നു അത് നല്ല രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് കാരണം അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല ഇത്ര ഇൻഡെപ്ത് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ, ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിൻ്റെ കേസിൻ്റെ ഫീൽഡിൽ. അപ്പം ഈ ഒരു സെക്ഷൻ നമുക്ക് കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് കുറച്ചും കൂടി ക്ലാരിഫൈ ചെയ്തിട്ട് കുറച്ച് കേസസ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കേസസ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അഡ്വർടൈസ്മെൻ്റാണ് ജർമ്മനിലേക്ക് പോകുമ്പോൾ 55% ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഓഫർ ലെറ്റർ കിട്ടും, 55% മാർക്ക് മതി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അത് ഒരു ട്രൂ ആയിട്ടുള്ള കാര്യമാണോ? അതിൻ്റെ റിയാലിറ്റി ശരിക്കും എന്താണ്? ആ ഒരു 55% അഡ്മിഷൻ കിട്ടാൻ പോസിബിളാണോ, അതും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക്? പോസിബിളാണോ എന്ന് വെച്ചാൽ വെരി വെൽ പോസിബിളാണ്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് ക്രൈറ്റീരിയ മീറ്റ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കൊടുക്കും. ഓക്കെ, പക്ഷേ ഇതിൽ നമ്മൾ കൺസേൺ ആവേണ്ടത് അഡ്മിഷൻ കിട്ടിയിട്ട് ജർമ്മനിയിൽ എത്തിയിട്ടുള്ള കാര്യങ്ങളുടെ മേലെയാണ്. ഓക്കെ, ഒന്നാമത്തെ ഒരു മെയിൻ ഒരു പ്രശ്നം ഇതിൽ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുന്ന കൺസൾട്ടൻസീസ്, അതായത് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുന്ന കൺസൾട്ടൻസീസ് ഉണ്ടല്ലോ, നമ്മൾ മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ട്രാൻസ്പാരൻസി, ലാക്ക് ഓഫ് ട്രാൻസ്പാരൻസി. സ്റ്റുഡൻസ് ഈ 55% വെച്ചിട്ട് പബ്ലിക് യൂണിവേഴ്സിറ്റി എന്ന് കാണുമ്പം അവർക്കതൊരു അട്രാക്റ്റീവ് ഫാക്ടറാണ്. ഓക്കെ, റൈറ്റ്. എന്താണെന്ന് വെച്ചാൽ ഫീസ് ഇല്ലാതെ പഠിക്കുന്നു. സോ 55% എന്ന് കാണുമ്പോൾ ആ ടാഗ് ലൈൻ കാണുമ്പോൾ തന്നെ ഒരുപാട് പേര് ചാടി വീഴുന്നു. റൈറ്റ്. ഈ മാർക്ക് കുറഞ്ഞ കേസുകളിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ 55-60% ഒക്കെ കാറ്റഗറിയുള്ള സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവർക്കുള്ള ശരിക്കും പ്രശ്നങ്ങൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ പറയില്ലേ ഈ അക്കരപ്പച്ച എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തോന്നും ദാറ്റ് ഈസ് ലൈക്ക് ഒരു സ്വർഗരാജ്യമാണെന്നൊക്കെ തോന്നും. പക്ഷെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ ആർ ഗോണ സഫർ ഓവർ ദർ, നോ ഡൗട്ട് അറ്റ് ഓൾ. ഒന്ന്, ഈ പ്രോസസ്സിൽ അവർക്ക് ഈ ട്രാൻസ്പാരൻസി ഇല്ലാതെ വരുന്ന സമയത്തേക്ക് അവർക്ക് യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ട് അറിയുന്നില്ല, ഏതാ യൂണിവേഴ്സിറ്റി എന്ന് അറിയുന്നില്ല. ദാറ്റ് ഈസ് വെദർ ഇറ്റ് ഇസ് എ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓർ വെദർ ഇറ്റ് ഇസ് എൻ അപ്ലൈഡ് സയൻസസ്, അതാണോ എന്നുള്ളത് അവരറിയുന്നില്ല. യൂണിവേഴ്സിറ്റിൻ്റെ ലൊക്കേഷൻ അറിയുന്നില്ല. കോഴ്സിൻ്റെ മോഡ്യൂൾസും കോഴ്സിൻ്റെ കാര്യങ്ങളൊന്നും അവരെ അറിയുന്നില്ല. അങ്ങനെ വരുന്ന സമയത്തേക്ക് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റീസിൽ സർവൈവ് ചെയ്യുക, അത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ടാവും. റൈറ്റ്. അക്കാദമിക്കലി കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന ഒരാൾ അങ്ങനെ ഒരു കോഴ്സ് എടുത്തിട്ട് കൃത്യമായിട്ട് അറിയാതെ അവിടെ പോയി പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കഷ്ടപ്പെടും. ദാറ്റ് ഈസ് വൺ തിങ്. സെക്കൻഡ് തിങ്, ഈ കുറച്ച് CGPA കുറഞ്ഞ് കൊടുക്കുന്ന, CGPA കുറഞ്ഞാലും അഡ്മിഷൻ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റീസ് ഉണ്ടല്ലോ, രണ്ട് കാറ്റഗറിയിലായിരിക്കും വരുന്നത്. ഒന്ന് വളരെ റിമോട്ടായിട്ടുള്ള ലൊക്കേഷൻ, ഒന്നാമത്തത്. രണ്ടാമത്തത്, ദാറ്റ് കോഴ്സ് വിൽ ബി വെരി ന്യൂ, മേ ബി ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത കോഴ്സസ് ആയിരിക്കും. സോ വാട്ട് ദ കൺസൾട്ടൻസീസ് ഡു ഈസ് ആക്ച്വലി, അവർ ഇതിനു വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു റിസർച്ച് നടത്തും, ഇങ്ങനെയുള്ള കോഴ്സുകൾ മാത്രം തപ്പിപ്പിടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു എക്സാമ്പിൾ പറയാം. മെറ്റീരിയൽ സയൻസ് ഫ്രം RWTH ആഹൻ, അതൊരു കോഴ്സ്. നമ്മുടെ റോസൻഹൈമിലെ ഹൈഡ്രോജൻ ടെക്നോളജി, ഇത് രണ്ടുമാണ് മെയിനായിട്ട് എല്ലാ കൺസൾട്ടൻസി പറയുന്നത്. കാരണം നമ്മളിപ്പം കുറേ കാൻഡിഡേറ്റ്സ് നമുക്ക് വരുമ്പം അവർ പറയുന്നതാണ് ഇന്ന കോഴ്സസ് ആണ് പറയുന്നത്. അത് ഞാൻ എടുത്തു പറയുന്നുള്ളൂ, ലൈക്ക് അങ്ങനത്തെ കോഴ്സാണ് വരുന്നത്. ഇതിൽ അതായത് ഇതിപ്പം എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, ഈ BCom ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും BBA ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കൊക്കെ ഇങ്ങനെ എടുത്തു പോകാൻ പറ്റുന്ന കോഴ്സുകളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇത് അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് സ്റ്റുഡൻസ് ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാവുന്നത്. നമുക്ക് ആക്ച്വലി ഓൺ ആൻ ആവറേജ് നോക്കുകയാണെങ്കിൽ ജർമ്മനിയിൽ നിന്ന് മാത്രം ഒരു 10-15 കോൾസ് വരും. ജർമ്മൻ നമ്പർ കാണുമ്പോൾ തന്നെ കൗൺസിലേഴ്സ് പറയും, സാർ അതൊരു ഡിസ്ട്രസ് കോൾ ആണെന്ന് പറയും. ഡിസ്ട്രസ് കോൾ എന്ന് സ്പെസിഫിക്കലി എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, മിക്കവാറും പറയണ്ടാവും, ചേട്ടാ ഞങ്ങളിവിടെ വന്ന് വിട്ടുപോയി, എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷിക്കണം എന്നുള്ളതാണ്. രക്ഷിക്കണം ഇൻ ദ സെൻസ്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ഇവിടുന്ന് ലോൺ എടുത്തിട്ടായിരിക്കും സ്റ്റുഡൻസ് പോകേണ്ടത്. അല്ലെങ്കിൽ സംഭവം ദേ വിൽ മാനേജ് ദെയർ ബ്ലോക്ക്ഡ് അക്കൗണ്ട്. ഫീസ് വേണ്ടല്ലോ, അപ്പോൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ദേ വിൽ മാനേജ് സംഭവം. അവരുടെ മൈൻഡിലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ദേ ക്യാൻ വർക്ക് അപ് ടു 80 hours എ മന്ത്. റൈറ്റ്. അവരുടെ ലിവിങ് എക്സ്പെൻസസ് കവറായി പോകും. പക്ഷേ അവിടെ ജർമ്മനിയിൽ എത്തി കഴിയുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക അവിടെ പാർട്ട് ടൈം പോയിട്ട് ഒരു സംഭവം ഇല്ല എന്നുള്ളത്. കോഴ്സും നടപടിയാവില്ല, കോഴ്സ് പഠിച്ചിട്ട് കാര്യവുമില്ല, ഫ്യൂച്ചറിസ്റ്റിക്കലി അവരതിനൊരു പൊട്ടൻഷ്യൽ കാണുന്നുണ്ടാവില്ല, പാർട്ട് ടൈമും ഇല്ല. അപ്പോഴാണ് ശരിക്കും സ്റ്റുഡൻസ് പെട്ടുപോകുന്നത്. ഇത് ആക്ച്വലി സ്റ്റുഡൻസ് മാത്രമല്ല,
പാരൻസും നമ്മളെ വിളിക്കാറുണ്ട്. അതായത് പ്രോപ്പറായിട്ട് ഇവർ അറിഞ്ഞിരിക്കില്ല. ഒരുപാട് പാരൻസ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയിൽ കുട്ടി പോയിട്ട് പെട്ടുപോയിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കാറുണ്ട്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു റീസണിന് ശരിക്കും ആരാ റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഒരു 95% സ്റ്റുഡൻസ് തന്നെയാണ് റെസ്പോൺസിബിൾ. ഇന്നത്തെ ഒരു കാലത്ത് നിങ്ങൾക്ക് എല്ലാം അവൈലബിൾ ആണ്, റൈറ്റ്? എല്ലാ സോഴ്സസും അവൈലബിൾ ആണ്. യു ക്യാൻ കണക്ട് വിത്ത് പീപ്പിൾ, യു ക്യാൻ ഡു യുവർ ഓൺ റിസർച്ച്. ഇതൊന്നും ചെയ്യാതെ നിങ്ങളൊരു പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ ദർ ഇസ് നോ പോയിന്റ്. അത് നിങ്ങളായിട്ട് ചെയ്യേണ്ട ഒരു റിസർച്ചാണ് ആക്ച്വലി. ഓക്കെ, പിന്നെ മിക്ക കൺസൾട്ടൻസീസിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വർക്ക്സ് ഇൻ എ സെയിൽസ് ആംഗിൾ. ജർമ്മനി സ്പെസിഫിക്കലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊരു അക്കാദമിക് പെർസ്പെക്റ്റീവിൽ മാത്രമാണ് വർക്ക് ചെയ്യേണ്ടത്. ഇവിടെ കൺസൾട്ടൻസീസിൻ്റെ റോൾ വളരെ ലിമിറ്റഡ് ആണ്. ആക്ച്വലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് ദ സ്റ്റുഡൻസ് കൺസൾട്ടൻസി ഹാസ് ടു അപ്ലൈ. അപ്പം കൺസൾട്ടൻസി സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഇരുന്നിട്ട് ഫസ്റ്റ് തൊട്ടിട്ട് ലാസ്റ്റ് വരെയുള്ള സ്റ്റേജസ് ഉറപ്പ് വരുത്തണം. ദാറ്റ് ഈസ് റൈറ്റ് ഫ്രം ദെയർ യൂണിവേഴ്സിറ്റി സെലക്ഷൻ ആൻഡ് പ്രിപ്പയറിംഗ് ദെയർ മോട്ടിവേഷൻ ലെറ്റർ, പ്രിപ്പയറിംഗ് ദെയർ റെക്കമെൻഡേഷൻ ലെറ്റർ. ഇതാണ് ഒരു കൺസൾട്ടൻസിൻ്റെ റോൾ. ഓക്കെ, ഈ റോൾ മാറ്റിയിട്ട് തീരെ ട്രാൻസ്പാരൻസി ഇല്ലാതെ സ്റ്റുഡൻറ്റ് വരുന്നു, ഞങ്ങളൊരു ഓഫർ ലെറ്റർ എടുത്ത് തരും, പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് കയറി പോയിക്കോ എന്ന് പറയുന്നതിൽ ദർ ഇസ് നോ ലോജിക് അറ്റ് ഓൾ. നേരത്തെ നമ്മൾ പറഞ്ഞ കേസ് റോഷനൈമിൻ്റെ കേസ്, ഹൈഡ്രജൻ ടെക്നോളജി. അപ്പോൾ അതിൽ ആൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവരുടെ കൺസൾട്ടൻസി ഇവരെ കോളേജ് ചെയ്തിട്ടില്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും, ഇപ്പം അവർക്ക് എല്ലാത്തിനും ഡൗട്ട് ഉണ്ടാവുമല്ലോ. ജർമ്മനി ഒരു പുതിയൊരു കൺട്രിയിലേക്കാണ് പോകുന്നത്, കുറേ ഡൗട്ട്സ് ഉണ്ട്, പുതിയ കൾച്ചറാണ്, പുതിയ പീപ്പിളാണ്, എല്ലാം പുതിയ കോഴ്സും കൂടിയാണ്. ഇവർക്ക് എന്താണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കോഴ്സും ഒന്നും ഇവർ പറഞ്ഞു കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് പബ്ലിക് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടുമ്പോൾ ഞങ്ങൾ അറിയിക്കാം എന്നാണ് പറയുന്നത്. അതെന്തുമാത്രം ട്രാൻസ്പെറൻസി ആണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ കേട്ടപ്പോൾ തന്നെ ആദ്യം ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. ഇതാണോ നിങ്ങളുടെ ട്രാൻസ്പെറൻസി, ഇതാണോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ട്രാൻസ്പെറൻസി എന്നാണ് ഞാൻ ചോദിച്ചത് ആദ്യം. അത് എന്താണ് അവർക്ക് അതിനെക്കുറിച്ച് നോളജ് ഇല്ലാത്തതുകൊണ്ടാണോ, അതോ ലൈക്ക് അത് അവർ പറയാതെ മറച്ച് വെക്കുന്നതാണോ? അത് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന, കേരളത്തിൽ നമുക്ക് കേരളം ഒരു ഇതായിട്ട് എടുക്കാം. കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു 95% കൺസൾട്ടൻസീസും ദേ ആർ ഓൺലി ഡൂയിങ് B2B ബിസിനസ്. ഓക്കെ, അതായത് ജർമ്മനിയിൽ ഇവർക്ക് വേണ്ടിയിട്ട് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന ദ വിൽ ബി സമ്മൺ, മേ ബി ഒരു ടീം ഓർ സം പീപ്പിൾ വിൽ ബി ദർ. ഇവർ ഫയൽ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് കണക്ട് ചെയ്യുന്നു, ഡോക്യുമെൻറ്റ്സ് വാങ്ങുന്നു, അവരെ ഏൽപ്പിക്കുന്നു. അവരെത്രമാത്രം പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ അവരെത്രമാത്രം നോളജ് ഇവർക്ക് ഷെയർ ചെയ്യുന്നു അത് മാത്രമേ കുട്ടീൻ്റെ അടുത്തേക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതിൽ വാട്ട് വി ആർ ഡൂയിങ് ഡിഫറെൻറ്റ് ഇസ് ആക്ച്വലി വി ആർ ഡൂയിങ് ഡയറക്ട്ലി അപ്ലിക്കേഷൻ ടു ദ യൂണിവേഴ്സിറ്റീസ്. ഓക്കെ, നമ്മുടെ പ്രോസസ്സൊക്കെ നടക്കുന്നത് നമ്മുടെ കോഴിക്കോടുള്ള ഓഫീസിൽ നിന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് പ്രോസസ്സും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് നമുക്ക് സ്റ്റുഡൻസിന് ഇത്ര സ്പെസിഫിക് ആയിട്ടൊരു ട്രാൻസ്പാരൻസി കൊടുക്കാൻ പറ്റുന്നതും ഇത്ര ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ കൺസൾട്ടൻസിൻ്റെ റോൾ ഇസ് വെരി ലിമിറ്റഡ്. ആ ലിമിറ്റഡ് ആയിട്ടുള്ള റോളാണ് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അതുകൊണ്ടാണ് വേറെ ആർക്കും കൊടുക്കാൻ പറ്റാത്ത, പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സർവീസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതും. ദാറ്റ് ഈസ് വൺ മെയിൻ റീസൺ ആക്ച്വലി. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ അതായത് ഇറ്റ്സ് ഓൾ അബൌട്ട് മെയിൻലി ഇപ്പം അധിക കേസിൽ നടക്കുന്ന ഒരു സെയിൽസ് ഗെയിമാണ് ഓർ എ ബ്രാൻഡ് നെയിം, റൈറ്റ്? ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ചൊരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10-15 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ പ്രമുഖമായ ഒരു കൺസൾട്ടൻസിയിൽ പോയിട്ട് യുനോ നടക്കാതെ, അതായത് അവരുടെ പ്രോസസ്സിങ് നടക്കാതെ എന്നെ വിളിച്ച ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കുറച്ചധികം ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പോഡ്കാസ്റ്റുകൾ കാണുന്നതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപാട് സ്റ്റുഡൻസ് അങ്ങനെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടി സ്പെസിഫിക് ആയിട്ട് ഒരു കുട്ടിയുടെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐ തിങ്ക് ഷീ ഗോട്ട് എ CGP or somewhere around 8.8. Okay. I think computer science or ECI ഏതോ ബ്രാഞ്ച് ആയിരുന്നു. ആൻഡ് ദേ വർ നോട്ട് ഏബിൾ ടു ഗെറ്റ് ഹർ സിംഗിൾ അഡ്മിഷൻ. നമുക്കിവിടെ 8.8 CGP ഉള്ള ആൾക്ക് 4-5 അഡ്മിഷൻസ് ഉണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ടു പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റീസ്. അപ്പം ദേ വർ നോട്ട് ഏബിൾ ടു ഗെറ്റ് എനി അഡ്മിഷൻ. അതുകൂടാതെ അവർക്കൊരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തു കൊടുത്തു. ഓക്കെ, സോ അതായത് പബ്ലിക്ക് നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങളുടെ പ്രൊഫൈലിൽ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിക്ക് പ്രൈവറ്റിൽ എടുത്തു കൊടുത്തത്. ഞാൻ ചോദിക്കുന്നത് 8.8 CGP ഉള്ള ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കാണ് കിട്ടാൻ പോകുന്നത്? അത് ശരിക്കും ഒരു ഭയങ്കര പാരഡോക്സ് അല്ലേ? അതായത് ഇവിടെ 55% അഡ്മിഷൻ കിട്ടുന്നു എന്ന് പറയുന്നു. 8.8 കിട്ടാതെ വരുന്നു. സോ ദാറ്റ് ഈസ് ആക്ച്വലി ക്ലിയർ ലാക്ക് ഓഫ് എക്സ്പെർട്ടൈസ്, റൈറ്റ്? അപ്പം ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് നിങ്ങൾ നോക്കേണ്ടത് ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് വിവരം ഉണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, വൈ? ബിക്കോസ് ബാക്കിയുള്ള കൺട്രീസിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ, നിങ്ങൾ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇട്ടാൽ മതി, അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഓൺലി വിസ പ്രോസസ് ഹാസ് ടു ബി ടേക്കൺ കെയർ ബൈ ദ
കൺസൾട്ടൻസീസ്. ഓക്കെ. പക്ഷേ പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ കേസിൽ അതല്ല. ഇത് അപ്ലൈ ചെയ്യുന്ന ആളുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് റിയലി മാറ്റേഴ്സ്. റൈറ്റ്. ഇതിനെ പറ്റിയിട്ടൊരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഓരോ കോഴ്സിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതൊക്കെ ഒരു പ്രോപ്പർ റിസർച്ച് ചെയ്തിട്ടുണ്ടോ ഇവർ എന്നുള്ളത് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ഇപ്പം എൻ മൈൻഡ്സിലേക്ക് ഒരു സ്റ്റുഡൻറ്റ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ പ്രോസസ്സിൽ കൂടി ആയിരിക്കും കൊണ്ടുപോകാൻ പറ്റുക? ലൈക്ക് ആ ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ട്രാൻസ്പെറൻസി ഫ്ലോ എങ്ങനെയായിരിക്കും? നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നത് റൈറ്റ് ഫ്രം ആ കുട്ടിയുടെ ഒരു ആദ്യം അവരുടെ പ്രൊഫൈൽ അനലൈസ് ചെയ്യുന്നത് തൊട്ടിട്ട് വിസ വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫസ്റ്റ് തന്നെ അവർക്കൊരു ഗൈഡൻസ് കൊടുക്കും. സഡൻലി ഒരു ഷോക്ക് സ്റ്റുഡൻറ്റിന് വരാനില്ല. പെട്ടെന്ന് വന്നിട്ട് ഇത് ഇത്ര എമൗണ്ട് ഇവിടെ വേണം അല്ലെങ്കിൽ ഇന്നത് നടക്കാൻ പോകുന്നില്ല, അതൊന്നുമില്ല. ആദ്യം തന്നെ പ്രോസസ്സ് വളരെ ക്ലിയർ ആണ്. അവർക്ക് പറഞ്ഞു കൊടുക്കും. നമ്മൾ ആക്ച്വലി ആ ഒരു പ്രോസസ്സിന് ഒരു 6 stages ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. യു മൈറ്റ് ഹാവ് സീൻ ഇൻ ആർ റീൽസ് ആൻഡ് പോഡ്കാസ്റ്റ് ആൻഡ് ഓൾ. റൈറ്റ്. ആ ഒരു പ്രോസസ്സിലൂടെയാണ് ഓരോ സ്റ്റുഡൻറ്റും കടന്നു പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ആ ഒരു സ്റ്റുഡൻസിന് ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കി കൊടുക്കുന്നു. ഇപ്പം എത്ര പേർക്ക് ജർമ്മനി എന്നൊരു രാജ്യം അല്ലെങ്കിൽ ആ പബ്ലിക് യൂണിവേഴ്സിറ്റി എത്ര പേർക്ക് എലിജിബിൾ ആണ്, ലൈക്ക് ആ ഒരു കാറ്റഗറി നമ്മൾ എന്തായാലും പറഞ്ഞു കൊടുക്കണമല്ലോ. അതപ്പോൾ എന്തുമാത്രം അവരെ നമ്മൾ കൺവേ ചെയ്യുന്നുണ്ട് ആ ഒരു കേസ് വരുമ്പോൾ, ഒരു സ്റ്റുഡൻസിൻ്റെ കേസ് വരുമ്പോൾ? അങ്ങനെ നമുക്ക് അതായത് ഇപ്പം എല്ലാ സ്റ്റുഡൻസും പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എലിജിബിൾ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാ സ്റ്റുഡൻസിനും പബ്ലിക് യൂണിവേഴ്സിറ്റീസ് പറ്റിക്കൊള്ളണമെന്നില്ല. എത്രയും സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഈ ഇങ്ങനത്തെ കേസുകൾ 55% 60% ഒന്നും പബ്ലിക്കിലേക്ക് ഞാൻ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ നിന്നുള്ള പ്രോസസ്സിനെക്കാളും സ്റ്റുഡൻറ്റ് അവിടെ പോയിട്ട് സർവൈവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. റൈറ്റ്. നമ്മളെടുത്തുനിന്ന് പോയിട്ടുള്ള എല്ലാ സ്റ്റുഡൻ്റായിട്ടും ഞാൻ ഇപ്പോഴും നല്ല കോൺടാക്റ്റിലുണ്ട്. ആ ടീം കീപ്സ് ഇൻ കോൺടാക്ട് വിത്ത് ദം. അവരെല്ലാവരും വി നോ ദാറ്റ് ദേ ആർ ഡൂയിങ് ഗുഡ്. ഐ മീൻ ദേ ആർ ഇൻ എ ഗുഡ് പൊസിഷൻ. അവർക്ക് ഞാൻ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാത്ത ഒരു കാര്യം അവർക്ക് അവിടെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. സോ ആ ഒരു പ്രോസസ്സ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ ഹാസ് ടു ബി എ ബിറ്റ് സ്ട്രോങ്. റൈറ്റ്. അവിടെയാണ് നമ്മളും ഈ 55% നേരത്തെ പറഞ്ഞ ഒരു കാറ്റഗറി നമ്മൾ ഒരുപാട് എൻകറേജ് ചെയ്യാത്തതിൻ്റെ ഒരു ഡിഫറൻസ് അവിടെ. അതെ, കാരണം അവിടെ ഒരു കേസ് എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻ്റ്ലി നമുക്ക് വന്നൊരു കാൻഡിഡേറ്റ് ആണ് ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ഡാറ്റാ സയൻസിന് നമുക്ക് കോഴ്സ് എടുത്ത് കൊടുക്കാൻ പറ്റി. അപ്പോൾ അത് എന്തുമാത്രം വ്യത്യാസമാണ് ലൈക്ക് കമ്പയർഡ് ടു വേറൊരു ഫീൽഡിൽ നിന്നാണ് നോൺ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ളൊരു ഫീൽഡിലേക്ക് പോകുന്നത്. എന്ന് വെച്ചാൽ ഒരു ബന്ധമില്ലാത്തൊരു ഫീൽഡിലേക്ക് വന്നത്. ജർമ്മനിയുടെ കേസിൽ അത് ഭയങ്കര റയർ കേസസ് ആണ്. അങ്ങനെ ഒരു പോസിബിലിറ്റി ഭയങ്കര റയർ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കത് പോസിബിൾ ആക്കാൻ പറ്റുക? അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഡെഫിനറ്റ്ലി വർക്ക് എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. ഓക്കെ. ഐ തിങ്ക് ദാറ്റ് പ്രൊഫൈൽ ഷീ ഹാസ് എ CGP of 8.3. EC ആണ് ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ. പക്ഷേ ആൾക്ക് കഴിഞ്ഞ ഒരു 7 വർഷമായിട്ട് വർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് ഡാറ്റാ സയൻസ് ആണ്. പക്ഷേ ദാറ്റ് ഡസൻ മീൻ എല്ലാവരും അപ്ലിക്കേഷൻ ഇട്ടാൽ കിട്ടും എന്നുള്ളതല്ല. ആൻഡ് ഹർ മോട്ടിവേഷൻ വാസ് ദാറ്റ് സ്ട്രോങ്, ദാറ്റ് കൺവിൻസിങ്. ഈ കോഴ്സിന് എനിക്ക് തോന്നുന്നു ഒരു 8.4 CGPA CSE ഉള്ള ആൾക്കാർക്ക് വിത്ത് 4 years ഓഫ് ഡാറ്റാ സയൻസ് വർക്ക് എക്സ്പീരിയൻസ് വേറെ റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഐ ഹവ് സീൻ എ ലോട്ട് ഓഫ് കേസസ് ലൈക്ക് ദാറ്റ്. അവിടെയാണ് ആക്ച്വലി നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടൈസ്. അവിടെയാണ് ശരിക്കും എൻ മൈൻഡ്സിൻ്റെ ഒരു സിഗ്നേച്ചർ വരുന്നത്. ആ ഒരു ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എങ്ങനെയാണ് വെല്ലായിട്ട് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുക, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഈച്ച് ആൻഡ് എവറി സ്റ്റേജ് അല്ലെങ്കിൽ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ് വി ക്രാഫ്റ്റഡ് വെരി പെർഫെക്റ്റ്ലി. റൈറ്റ് ഫ്രം ദ CV ടു ദ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ്. ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് നമ്മൾ തന്നെയാണ് എഴുതി കൊടുക്കുന്നത്. സ്റ്റുഡൻസ് ജസ്റ്റ് പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് അവർക്ക് അത് മൈനർ എഡിഷൻസ് വരുത്താൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് വി റൈറ്റ് ദം സ്പെസിഫിക്കലി ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ്. റൈറ്റ്. അവരവരുടെ പ്രൊഫസേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് ദേ മേക്ക് ഇറ്റ്. ഇപ്പോൾ പ്രൊഫസേഴ്സിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ദേ മേക്ക് ഇറ്റ്. മോസ്റ്റ് കേസസിൽ നമ്മൾ എഴുതിയ റെക്കമെൻഡേഷൻ ചേഞ്ചസ് വരുത്താറുണ്ടാവാറില്ല. സം കേസസ് ഇറ്റ് ഹാപ്പൻസ്. ആൻഡ് ലെറ്റർ ഓഫ് മോട്ടിവേഷൻ വളരെ സ്പെസിഫിക് ആയിരിക്കും. അതിൽ നമ്മൾ നോക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു 10 യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ വി റൈറ്റ് 10 ലെറ്റർ ഓഫ് മോട്ടിവേഷൻസ്. അതായത് ഒരു മോട്ടിവേഷൻ എഴുതിയിട്ട് പേര് മാറ്റി അല്ലെങ്കിൽ കോഴ്സ് മാറ്റിയല്ല ചെയ്യുന്നത്. 10 ഡിഫറെൻറ്റ് മോട്ടിവേഷൻസ് ആണ്. ഡെഫിനറ്റ്ലി. സോ ആ ഒരു ഇത്രയും കെയർഫുൾ ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇത്രയും ഒരു കൺസിഡറേഷൻ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്കൊരു നമ്പേഴ്സ് ഒരു പരിധിക്കപ്പുറത്തേക്ക് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. റൈറ്റ്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു വെൽ എക്സ്പെർട്ടൈസ് വേണ്ട ഒരു ഫീൽഡാണ്. ഇപ്പം നമ്മുടെ ഒരു മാക്സിമം കപ്പാസിറ്റി ഒരു ഇൻടേക്കിൽ ഒരു 75 to 100 ആണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള. അതിൽ കൂടുതൽ പ്രൊഫൈൽ പോകാൻ ഞാൻ സമ്മതിക്കാറില്ല പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നത് ഒരു ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ബേസിസിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് തോന്നുന്നു ഒരു മാർച്ചിനും ഏപ്രിലിനും ശേഷം നമ്മൾ പ്രൊഫൈൽസ് എടുത്തിട്ടേ ഇല്ല. വെരി ലിമിറ്റഡ് പ്രൊഫൈൽസേ അത് എടുത്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു കീപ് ദാറ്റ്. ഈച്ച് ആൻഡ് എവറി കാൻഡിഡേറ്റ്സ് നമുക്ക് ആ ഒരു സ്പെഷ്യൽ കെയർ കൊടുക്കാൻ നമുക്ക് പറ്റണം. എക്സാക്ട്ലി. പ്രൈവറ്റ് ചെയ്യുന്ന പോലെ അല്ലല്ലോ പബ്ലിക് യൂണിവേഴ്സിറ്റി ചെയ്യുന്നത്. അതുപോലെ വേറൊരു കേസ് ഇപ്പം എന്തായാലും ഒരു സ്റ്റുഡൻറ്റ് പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വേറൊരു രാജ്യമാണ്, വേറെ ലോകമാണ്. എന്തായാലും അവരുടെ ഫാമിലി അത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും. സോ നമുക്കിപ്പോൾ റീസെൻ്റ്ലി കുറേ
പേര് വന്നിട്ട് അവരുടെ പാരൻസ് തന്നെ വന്നിട്ട് പറയുന്നുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ എൻ്റെ മകനോ മകൾക്കോ അവിടെ ജോബ് കിട്ടുമോ പഠിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സ്കോപ്പ് എന്താണ്, അങ്ങനെ കുറേ കേസ് ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഏരിയ എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ടാണ് അവർ ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ ആ സ്കോപ്പ് എന്താണ്, അവർക്ക് എന്താണ് കൺവേ ചെയ്യാനുള്ളത് പാരൻസിൻ്റെ കേസ് നോക്കുമ്പോൾ? പാരൻസ് എപ്പോഴും കൺസേൺഡ് ആയിരിക്കും, ഈവൻ സ്റ്റുഡൻറ് ഓൾസോ അല്ലേ. ഇവരെപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം, ജർമ്മനി പോയാൽ രക്ഷപ്പെടുമോ, എൻ്റെ കുട്ടി രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വന്ന് ചോദിക്കുന്നത് എനിക്ക് ജോബ് സ്കോപ്പുള്ള ഒരു കോഴ്സ് വേണം അല്ലേ. ജർമ്മനിയുടെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദർ ആർ ആംപിൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, റൈറ്റ്. ഇപ്പോൾ അവരുടെ Deutschland.de എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്, എല്ലാ വർഷവും റിലീസ് ചെയ്യുന്നത്. 2023 റിലീസ് ചെയ്ത മാഗസിൻ പ്രകാരം ജർമ്മനിയിൽ ക്ലോസ് ടു 17 മില്യൺ ജോബ്സ് വേക്കൻ്റ് ആണ്. 17 മില്യൺ. അതിൻ്റെ അർത്ഥം ഇവിടുന്ന് പോകുന്ന എല്ലാവർക്കും ജോലി കിട്ടുമെന്നല്ല. അത് വിചാരിച്ചിട്ട് ജർമ്മനിയിലേക്ക് ആരും പോകരുത്. ദർ ആർ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ് ഇൻ പ്ലേ. സ്കിൽ ഡെഫിനറ്റ്ലി മാറ്റേഴ്സ്. ഇവിടെ ജോലി കിട്ടാത്ത ഒരാൾക്ക് ജർമ്മനി പോയിട്ട് ജോലി കിട്ടുന്നത് നിങ്ങൾക്ക് എങ്ങനെ വിചാരിക്കാൻ പറ്റും വിത്തൗട്ട് എനി സ്കിൽസ്? സോ അത് പ്രോപ്പറായിട്ട് സ്റ്റുഡൻറ്റ് റിസർച്ച് ചെയ്യേണ്ടതാണ്, പ്ലാൻ ചെയ്യേണ്ടതാണ്. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ, ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറയുകയാണെങ്കിൽ, ജർമ്മൻ ലാംഗ്വേജ് ആക്ച്വലി ജർമ്മനിയുടെ ഏറ്റവും വലിയ പോസിറ്റീവും നെഗറ്റീവും അതാണ്. നെഗറ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് ഇറ്റ്സ് എ ബാരിയർ, അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അവിടെ സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. പോസിറ്റീവ് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇഫ് സമ്മൺ ക്യാൻ ബ്രേക്ക് ഇറ്റ്, റൈറ്റ്. ഇപ്പോൾ UK യിലേക്കോ അയർലൻഡിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ, എല്ലാവരും ഇംഗ്ലീഷ് തന്നെയാണ് പറയുന്നത്. അവിടെ അവർക്ക് ലിംഗ്വിസ്റ്റിക് അഡ്വാൻറ്റേജ് ഇല്ല, സ്കിൽസിൻ്റെ മേലെ മാത്രമേ അഡ്വാൻറ്റേജ് ഉള്ളൂ. പക്ഷേ ജർമ്മനിയുടെ കേസിൽ സ്പെസിഫിക്കലി ഇഫ് ഹി ഓർ ഷീ ഹാസ് എ B1 or B2 ഡെഫിനറ്റ്ലി അവർക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, റൈറ്റ്. അപ്പം നമുക്കിതിനെ ശരിക്കും ഒരു അഡ്വാൻറ്റേജ് അറ്റ് ദ സെയിം, ഇതൊരു ഒരേ സമയം അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജുമാണ്. അതിനെ പ്രോപ്പറായിട്ട് നമ്മുടെ ഒരു അഡ്വാൻറ്റേജസ് സൈഡിലേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റണം. ജർമ്മനിയെ പറ്റിയിട്ട് ചിന്തിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ജർമ്മനിയിൽ പോയിട്ട് മാസ്റ്റേഴ്സ്, വെദർ ഇറ്റ് ഇസ് എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഓർ എ പബ്ലിക് യൂണിവേഴ്സിറ്റി, മാസ്റ്റേഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഉറപ്പായിട്ടും ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണം. അത് എനിക്ക് തോന്നുന്നു PR-ലേക്കും അവരെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ജർമ്മൻ സ്കിൽസ് ഉണ്ടെങ്കിൽ തന്നെ. എന്തുകൊണ്ടോ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു ലോജിക്ക് നമ്മുടെ സ്റ്റുഡൻസിന് ഭയങ്കര അധികം മിസ്സിംഗ് ആണ്. ഇപ്പം നമ്മളൊരു ഇൻടേക്കിലേക്ക് ഒരു 75 പ്രൊഫൈൽസ് അല്ലെങ്കിൽ 100 പ്രൊഫൈൽസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഹാർഡ്ലി 5% ആണ് ഒരു B2 or B1 ലെവലുള്ളത് കിട്ടുന്നുള്ളൂ. C1 ലെവലുള്ള ഒരാളെ പേഴ്സണലി എനിക്ക് ഇതുവരെ പരിചയമില്ല, അതായത് പഠിച്ചിട്ട് പോകുന്നവർ. ഈവൻ യു ലീവ് ഇറ്റ്, അത് ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് കേസ്. അറ്റ്ലീസ്റ്റ് ഒരു B1 എങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അവരെ പലതരത്തിലും ഹെൽപ്പ് ചെയ്യും. ഡെഫിനറ്റ്ലി ദ പ്രൊഫൈൽ വിൽ ബൂസ്റ്റ് അപ്പ്. പിന്നെ അവിടുത്തെ ജോബ് പാർട്ട് ടൈം, എത്തിക്കഴിഞ്ഞ സമയത്തേക്ക് ഡെഫിനറ്റ്ലി പാർട്ട് ടൈം ഇസ് എ കൺസേൺ. പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ലോങ് റണ്ണിൽ അവർക്ക് ഇന്റേൺഷിപ്സിന് ഹെൽപ്പ് ചെയ്യും, കോഴ്സ് കഴിയുമ്പോഴേക്ക് ഫോർ ദാറ്റ് ജോബ് ഓൾസോ ഇറ്റ് വിൽ ഹെൽപ്പ്. സോ അത് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റുഡൻസ് മനസ്സിലാക്കണം. മേ ബി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ ഉള്ള സ്റ്റുഡൻസ് ആണ്, ഇഫ് ദേ ആർ എയിമിംഗ് അറ്റ് മാസ്റ്റേഴ്സ് ഇൻ ജർമ്മനി, ദേ ഷുഡ് സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ദ ജർമ്മൻ ലാംഗ്വേജ് റൈറ്റ് നൗ. അതൊരു ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അവർക്ക് പ്രൊവൈഡ് ചെയ്യും. സംഹൗ ദാറ്റ് ലോജിക് ഈസ് മിസ്സിംഗ് ഫോർ അവർ സ്റ്റുഡൻസ്. അതെ, ഇപ്പോൾ പറഞ്ഞ പോലെ നമുക്ക് ലാംഗ്വേജിൻ്റെ കേസ് പറഞ്ഞു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് വേറെ കേസ് എന്ന് പറഞ്ഞാൽ സ്കിൽ. നമുക്കിപ്പോൾ നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വളരെ ഒരു എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു കൈസർലൂട്ടൺ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യൻ ആപ്ലിക്കൻസിന് ഞാൻ പേഴ്സണലി ആപ്ലിക്കേഷൻ ഇട്ടതാണ്. അതെ, ഞാൻ മെക്കാനിക്കൽ എനിക്കറിയാം. ആപ്ലിക്കേഷൻ ഇട്ടപ്പം അതിൽ ഇന്ത്യൻ ആപ്ലിക്കൻസിന് ഒരു സെപ്പറേറ്റ് ഒരു കോളമാണ്. ഇന്ത്യൻ ആപ്ലിക്കേഷൻ ഇടുന്നുണ്ടെങ്കിൽ 3 years ഓഫ് വർക്ക് എക്സ്പീരിയൻസും ഡിസ്റ്റിങ്ഷൻ മാർക്കും വേണം. അത് എന്തുകൊണ്ടാണ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഡൈവേഴ്സിറ്റി വേണമെന്നാണ് പറയുന്നത്. ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. അതായത് അതിൻ്റെ അർത്ഥം ഡൈവേഴ്സിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഇന്ത്യൻ സ്റ്റുഡൻസിന്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. റൈറ്റ്, അവർക്ക് അത് കൺട്രോൾ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യൻസിന് സ്പെസിഫിക്കലി ഇങ്ങനെയുള്ള ക്രൈറ്റീരിയാസ് അവർ കൊണ്ടുവരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യൻസിന് മാത്രം 3 വർഷം വർക്ക് എക്സ്പീരിയൻസും ഡിസ്റ്റിങ്ഷനും, ബാക്കിയുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. സോ നമ്മൾ ചിന്തിക്കേണ്ടത് എങ്ങനെയാ ചിന്തിക്കണം, വളരെ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ചിന്തിക്കണം. ഓരോ കോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഇൻഡെപ്ത് റിസർച്ച് ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ സ്കിൽ ശരിക്കും ആ സ്കില്ലും ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരാളാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന ഒരാൾ ജർമ്മനി നിൽക്കുമ്പോൾ കമ്പയർഡ് ടു നാട്ടിലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും അവർക്കായിരിക്കും കുറച്ചുകൂടി ഹെഡ് സ്റ്റാർട്ട് കൂടുതൽ കിട്ടുക ഈ ഒരു കേസ് പറയും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇന്റേൺഷിപ്പ് പ്ലേസ് എ ഗ്രേറ്റ് റോൾ. അപ്പോൾ അതെങ്ങനെയായിരിക്കും കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുക? ലൈക്ക് എന്ത് ഇൻറ്റേൺഷിപ്പാണ് അവർ ചെയ്യേണ്ടത്? ആ ഒരു കോർ ഫീൽഡാണ്. കുറേ പേര് ഇപ്പം ജർമ്മനിക്ക് പോകുമ്പം ആദ്യം നോക്കുന്നത് പാർട്ട് ടൈംസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫുഡ് ചെയിൻസിലായിരിക്കും ചിലവർ പാർട്ട് ടൈം ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് അവരുടെ പ്രൊഫൈൽ അത് ബൂസ്റ്റപ്പ് ചെയ്യുമോ, അല്ലെങ്കിൽ എന്ത് ടൈപ്പ് പാർട്ട് ടൈം ചെയ്യുമ്പോഴാണ് അവർക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സ് കഴിഞ്ഞാലും
അവർക്കൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പോകാൻ വേണ്ടി. എന്ന് വെച്ചാൽ ആഫ്റ്റർ ഓൾ മാസ്റ്റേഴ്സ് ചെയ്യുന്നത് നമുക്ക് ആ ഒരു കോർ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് എന്തുമാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും അവരെ? അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, അതായത് സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസ് അവരുടെ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. ലൈക്ക് വർക്കിംഗ് സ്റ്റുഡൻറ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. വർക്കിംഗ് സ്റ്റുഡൻറ്റ് റൈറ്റ്. നമ്മളുടെ ഇവിടുന്ന് പോയ കുറേ സ്റ്റുഡൻസിന് വർക്കിംഗ് സ്റ്റുഡൻറ്റ് അവർ ബെർലിനിലും ഹാംബർഗിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചാൻസസ് ആർ ഹൈ ലൈക്ക് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദെയർ മാസ്റ്റേഴ്സ് ദേ വിൽ ഗെറ്റ് പ്ലേസ്ഡ് ഇൻ ദാറ്റ് കമ്പനി ഇറ്റ്സെൽഫ്. ഓക്കെ. ഒന്ന് അവരുടെ പേ ഭയങ്കര കൂടുതലായിരിക്കും. നോർമൽ ഒരു പാർട്ട് ടൈമിന് ഒരു 13 euros ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഫോർ എ വർക്കിംഗ് സ്റ്റുഡൻറ്റ് ഇറ്റ് ഇസ് ഗോണ ബി സംവെയർ അറൗണ്ട് 25 to 26 euros പെർ അവർ. റൈറ്റ്. അവർക്കൊരു ആഴ്ചയിൽ ഒരു മാസത്തിൽ 64 മണിക്കൂർ, അതായത് വീക്ക്ലി 2 days എന്നുള്ള രീതിയിലേ വർക്ക് ചെയ്യേണ്ടി വരുള്ളൂ. 64 hours വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഗെറ്റിംഗ് സംവെയർ അറൗണ്ട് 1800 euros, വിച്ച് ഈസ് ക്വൈറ്റ് ഗുഡ്. റൈറ്റ്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും നോക്കുകയാണെങ്കിൽ ഒന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അവരുടെ പ്രൊഫൈൽ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസിന് അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. അധികം എല്ലാവരും ചിന്തിക്കുന്നത് ഇവിടുന്ന് പോയിട്ട് ഒരു പാർട്ട് ടൈം ചെയ്യണം, മേ ബി ആമസോൺ വെയർ ഹൗസസിലോ അങ്ങനെയുള്ള പാർട്ട് ടൈംസ് ആണ് അധികം ആൾക്കാരും ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ശരിക്കും കോർ ഫീൽഡിൽ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലതാണ്. പ്രൊഫൈലും ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കറിയാം ജർമ്മനിയിൽ രണ്ട് സെറ്റ്സ് ഓഫ് യൂണിവേഴ്സിറ്റിയാണ്, പബ്ലിക് യൂണിവേഴ്സിറ്റി ആൻഡ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. നമുക്ക് നെഗറ്റീവ് വശം എന്ന് പറയാൻ പറ്റില്ല. പബ്ലിക് ഫ്രീ ആയതുകൊണ്ടാണ് ജർമ്മനിയിലെ പ്രൈവറ്റ് ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യാത്തത്. പല ആൾക്കാർക്കും ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. പല സ്ഥലത്തൊന്നും കേട്ട റാൻഡം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ആക്ച്വലി ഐ വിൽ സേ വി വർ ഫോഴ്സ്ഡ് ടു ഡു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഫോർ ദം. മിക്കവരുടെ കാഴ്ചപ്പാട് അതായിരുന്നു, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്ക് കുറഞ്ഞവർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലുള്ള ആൾക്കാരാണ് ചൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മനസ്സിലാക്കിയ മാർക്കറ്റിൽ ഒരുപാട് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. സോ ഇതിനൊരു വളരെ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽ സെറ്റ് നമുക്കുണ്ട്.